നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് കണ്ണൂർ ജില്ലയിലെ നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ, ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ നാറാത്ത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് അതിവേഗം വികസനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് നാറാത്ത്. ദേശീയ സംസ്ഥാന തലത്തിലടക്കം നിരവധി അംഗീകാരങ്ങളാണ് പഞ്ചായത്ത് ഇതിനോടകം സ്വന്തമാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം ശ്രീ രമേശൻ. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അംഗീകാര നിറവിലാണ് പഞ്ചായത്തുള്ളത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? കണ്ണൂർ പട്ടണത്തിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, വളപട്ടണം പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുസ്ഥിതി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഭരണസമിതിയുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ ഭരണസമിതി പുതുതായി ഏറ്റെടുത്തപ്പോൾ ആ ചുറ്റുപാടുമുള്ള വെള്ളത്തെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. അതിന്റെ ഫലമായിട്ടാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി ഞങ്ങൾ ആരംഭിച്ചത്. അതിന് മുന്നോടിയായി നമുക്ക് ഹെൽത്തി പഞ്ചായത്ത് എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനത്തും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ വെച്ച് നടന്ന കേന്ദ്ര മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനും പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാനും ആദ്യമായി നാറാത്ത് പഞ്ചായത്ത് ഡൽഹിയിൽ അതിന് അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നത്. തീർച്ചയായും ടൂറിസം മേഖലയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ്. അതിൽ എടുത്തു പറയേണ്ടത് സ്വപ്ന പദ്ധതിയായിട്ടുള്ള പുല്ലൂക്കടവ് ടൂറിസം പദ്ധതിയാണ്. പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏതുവരെ എത്തി? പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത നാള് മുതൽ നമ്മുടെ പഞ്ചായത്തിന് തന്നെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഈ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി. ഒരുപാട് കാലത്തെ നമ്മുടെ ജനങ്ങളുടെ എല്ലാം അഭിലാഷമായിരുന്നു ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അഴീക്കോട് MLA ശ്രീ KV സുമേഷുമായി ചേർന്നുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുഖേന ടൂറിസം ഡയറക്ടറേറ്റിൽ വിശദമായ DPR തയ്യാറാക്കുകയും 4,01,50,000 രൂപക്കുള്ള എസ്റ്റിമേറ്റ് അംഗീകാരം ലഭിക്കുകയും അതിന്റെ ഫലമായി അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർകൾ 2022 സെപ്റ്റംബർ മാസം 15-ാം തീയതി പുല്ലൂപ്പി ടൂറിസം പദ്ധതിക്ക് വേണ്ടി തറക്കല്ലിടുകയും 10 മാസം കൊണ്ട് തന്നെ ആ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് ടൂറിസത്തിന്റെ ചരിത്രത്തിൽ ഈ 4 കോടിയുടെ പദ്ധതി ഇത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയ ഒരു പദ്ധതി ചിലപ്പോൾ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി ആയിരിക്കും. 2023 സെപ്റ്റംബർ 9-ാം തീയതി ആ പദ്ധതിയുടെ പൂർത്തീകരണം പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി തന്നെ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് അതിന്റെ ഏറ്റവും ആകർഷണീയമായ ഒരു ആ ടൂറിസത്തിലുള്ളത്. അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസമാണ് ഡയറക്ടറേറ്റിൽ നിന്ന് ഉത്തരവ് ലഭിക്കുകയും 2 ദിവസം മുമ്പുള്ള പത്രത്തിൽ അതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പിന്തുണയാണ് MLAയും മറ്റും എല്ലാവരും ചേർന്ന് ഈ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. കണ്ണൂരിന്റെ ഒരു മുഖം എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ 1 വർഷക്കാലം ഏതാണ്ട് 75,000-ലധികം ആളുകൾ ഈ ടൂറിസം കേന്ദ്രം സന്ദർശിക്കുകയും 10 ലക്ഷത്തിലധികം രൂപ DTPC മുഖേന വരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ വസ്തുതയാണ്. മാത്രവുമല്ല, കേരളത്തിൽ ആദ്യമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിർമ്മിക്കുന്ന പദ്ധതിയിൽ പഞ്ചായത്തിന് 30% വരുമാനം എന്നുള്ള ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ
പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു ടൂറിസം പദ്ധതി എന്നുള്ള നിലയിൽ വളരെയേറെ അഭിമാനമുണ്ട് ഈ ഭരണസമിതിക്ക് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തീർച്ചയായിട്ടും ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ വികസന പദ്ധതികളാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ കുടിവെള്ള വിതരണം മികച്ച രീതിയിൽ നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത്. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ കുടിവെള്ള ടാങ്ക് അടക്കം പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുടിവെള്ളക്ഷാമമൊക്കെ രൂക്ഷമാകുന്ന വേനൽക്കാലം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമമൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നുണ്ടോ? ഈ പ്രശ്നത്തിനൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെടൽ നടത്തുന്നത്? തീർച്ചയായും ഈ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുമ്പോൾ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് വലിയ നിലയിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ജലജീവൻ പദ്ധതി നടപ്പിലാക്കുകയും നാറാത്ത് വില്ലേജിൽ പൂർണ്ണമായും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളം വിതരണം ചെയ്യാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. കണ്ണാടിപ്പറമ്പ് വില്ലേജിൽ കൂടി അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. വളരെ നാളത്തെ 10-45 വർഷം മുമ്പ് കണ്ണാടിപ്പറമ്പിൽ അമ്പലപ്പറമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു കുടിവെള്ള ടാങ്ക് ഈ ഭരണസമിതി കാലത്ത് പുതുക്കി പണിയാനും ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ആ ടാങ്ക് പുതുക്കി പണിയുന്നതിന് വേണ്ടി സാധിക്കുകയും വളരെ അപകടകരമായ രീതിയിലുള്ള പഴയ ടാങ്ക് വളരെ ശാസ്ത്രീയമായ രീതിയിൽ പൊളിച്ചു മാറ്റുന്നതിനും പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഏതായാലും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ജനങ്ങളെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് നിലയിലും കുടിവെള്ളം നൽകാൻ പഞ്ചായത്ത് എന്നും ബാധ്യസ്ഥരാണ്, എന്നും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. കൃഷിക്ക് എങ്ങനെയൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെടുന്നത്? ഏതൊക്കെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? സംസ്ഥാനത്തെ കൃഷി സമൃദ്ധി പദ്ധതിയിൽ തെരഞ്ഞെടുത്ത ഒരു പഞ്ചായത്ത് കൂടിയാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത്. കൃഷി ഒരു പ്രധാന ഉപജീവന മാർഗമായിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. കാട്ടാമ്പള്ളി പദ്ധതിയുടെ രൂപീകരണത്തിന് ശേഷം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുകയും നല്ല നിലയിൽ കൃഷി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നെൽകൃഷി ഒരു പരിധിവരെ ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അർത്ഥത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കേരളത്തിൽ ഇപ്പൊ ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന കൃഷി സമൃദ്ധി പദ്ധതി കണ്ണൂർ ജില്ലയിലെ 8 പഞ്ചായത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് നാറാത്ത് പഞ്ചായത്താണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഗവൺമെന്റ് നിശ്ചയിക്കുന്നതിലധികം തുക എല്ലാ വർഷവും കൃത്യമായി നീക്കിവെക്കുകയും ആ പദ്ധതി തുക 100% ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. നിരവധിയായ പ്രവർത്തനങ്ങൾ കൃഷിയായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാറാത്ത് പഞ്ചായത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഇപ്പം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളാണ്. അത് തെങ്ങ് കൃഷിക്കായാലും മറ്റ് നെൽകൃഷിക്കായാലും പച്ചക്കൃഷിക്കായാലും മറ്റ് ആട് വളർത്തൽ, കോഴി വളർത്തൽ, പശു വളർത്തൽ തുടങ്ങി എല്ലാ മേഖലയിലും വളരെ പ്രധാനമായ നൽകിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് കാർഷിക മേഖലയിൽ ഇടപെട്ട് കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. വയോജനങ്ങൾക്ക് പ്രത്യേക പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഹാപ്പിനെസ് പാർക്ക് അടക്കമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത്. അതെ, വയോജനങ്ങൾക്ക് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത്. സായംപ്രഭ ഹോം എന്ന പദ്ധതിയിലൂടെ നാറാത്ത് പഞ്ചായത്ത് ആ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നിലയിൽ വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും എന്നും വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 100% പദ്ധതി തുക ചെലവഴിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും നല്ല നിലയിലുള്ള ഒരു വയോജന കേന്ദ്രം സായംപ്രഭ ഹോം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജ്ജമായിട്ടുണ്ട്. ചെറിയ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കേണ്ടത് കൊണ്ടാണ് ഇത് ആരംഭിക്കാൻ സാധിക്കാത്തത്. അതിനാവശ്യമായിട്ടുള്ള അതിന്റെ ഫെസിലിറ്റേറ്റർ ഉൾപ്പെടെ
നമ്മൾ ഇന്റർവ്യൂയിലൂടെ തെരഞ്ഞെടുത്ത് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ മാർച്ച് അവസാനത്തോടു കൂടി അതിന്റെ പൂർണ്ണമായ തോതിൽ കാര്യക്ഷമതയോടുകൂടി സ്വയംപ്രഭ ഹോം പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കും. വയോജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലെല്ലാം പ്രവർത്തനങ്ങളായി മുന്നോട്ടേക്ക് പോകാൻ പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. ഇനിയും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ രീതിയിൽ എല്ലാ വയോജനങ്ങൾക്കും അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ പഞ്ചായത്ത് വളരെയേറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? കുടുംബശ്രീയൊക്കെ ഉൾപ്പെടുത്തി സ്വയം തൊഴിൽ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കുടുംബശ്രീ പ്രവർത്തനം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല കുടുംബശ്രീ സംവിധാനങ്ങളിൽ ഒന്നായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ നിരവധിയായ സ്വയം തൊഴിൽ അവസരങ്ങൾ, സ്വയം സംരംഭങ്ങൾ ഈ കാലയളവിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ തന്നെ ഈ 24-25 വർഷങ്ങളിൽ മാത്രം ഏതാണ്ട് 25-ലധികം പേർക്ക് വനിതകൾക്ക് സ്വയം തൊഴിൽ നൽകാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. 193 അയൽക്കൂട്ടങ്ങളിലൂടെ 3000-ലധികം അംഗങ്ങളുള്ള വളരെ ശക്തമായ അയൽക്കൂട്ടം എന്നുള്ള നിലയിൽ നിരവധി പ്രവർത്തനങ്ങൾ, മാതൃകയാക്കാവുന്ന നിരവധിയായ സംരംഭങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് മുഴുവനായും പറഞ്ഞു തീർക്കാൻ ഇവിടെ സമയം മതിയാവും എന്ന് തോന്നുന്നില്ല. നിരവധിയായ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് വളരെയേറെ മുന്നേറാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. പ്രത്യേകിച്ചിട്ട് നാറാത്ത് പഞ്ചായത്തിൽ ഒരു വനിതാ പൈലറ്റ് ഈ പഞ്ചായത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും സ്ത്രീ ശാക്തീകരണ രംഗത്ത് വയോജനങ്ങൾക്കൊക്കെ അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? നമ്മുടെ FSCയുടെ പ്രവർത്തനം അത് ചൂണ്ടിക്കാണിക്കാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. ഈ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുമ്പോൾ FSC എന്നുള്ളത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്നു. അതിന്റെ വളരെ ശക്തമായ ഇടപെടലിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചുകൊണ്ട് ആ പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തുകയും ആ ഉയർത്തിയതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 17 വർഷം മുമ്പ് തുടങ്ങി വെച്ച ഒരു ബിൽഡിംഗ് പൂർത്തിയാകാതെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ബിൽഡിംഗ് പഞ്ചായത്തിന് ഏറ്റെടുക്കാനും അത് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് ആ ബിൽഡിംഗ് പൂർത്തിയാക്കി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തനം ആരംഭിക്കാനും ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ FSCയിൽ ഒരു ഈവനിങ് OPക്ക് വേണ്ടി ഒരു ഡോക്ടറെ നിയമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാക്കത്തുരുത്തി അംഗൻവാടി കഴിഞ്ഞ ഫ്ലഡിൽ തകർന്നു പോയതാണ്. 42 ലക്ഷം രൂപ മുടക്കി അംഗൻവാടി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ അംഗൻവാടികളും ഏറ്റവും നല്ല നിലയിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യോഗ ക്ലാസ് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും യോഗ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ യോഗ സ്റ്റഡി സെന്റർ എന്നുള്ള നിലയിലും അതുപോലെ യോഗ അധ്യാപികയെ നിയമിച്ചുകൊണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ മേഖല ചെറുവാക്കര LP സ്കൂളാണ് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂള്. ആ സ്കൂളിന് വേണ്ടി MLA മുഖേന 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു കെട്ടിടം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർണ്ണമായും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. 49 പേരാണ് അതിദരിദ്രരായിട്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടായിരുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറുകിട പദ്ധതികൾ ഉൾപ്പെടെ എല്ലാം നിർവഹിച്ചുകൊണ്ട് പഞ്ചായത്ത് പൂർണ്ണമായും ദാരിദ്ര്യ നിർമ്മാർജ്ജന പഞ്ചായത്തായിട്ട് ഈ അടുത്ത ദിവസം പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കണ്ണൂർ ജില്ലയിലെ നാറാത്ത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ K. രമേശൻ.